നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ 7ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഫ്രം ഫുഡ് പ്രൊഡക്ഷൻ ടു ഫുഡ് സെക്യൂരിറ്റി, ഭക്ഷ്യോൽപാദനവും മുതൽ ഭക്ഷ്യസുരക്ഷ വരെ എന്ന് പറയുന്ന പാഠഭാഗമാണ്. അത്യാവശ്യം നല്ല മാർക്കിന് ചോദ്യങ്ങൾ വരുന്ന, ഉഷാറായിട്ട് USSന്റെ എക്സാമിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ്. എന്നാലോ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇതിൽ നമുക്ക് പഠിക്കാനുള്ളൂ. അതുകൊണ്ട് തന്നെ സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിച്ചിട്ട് പോകാം. സോ ആദ്യമായിട്ട് പറയുന്നത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫാമിംഗ്, വിവിധ തരത്തിലുള്ള കൃഷി രീതികൾ ഏതൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. വിവിധ തരത്തിലുള്ള കൃഷി രീതികൾ. ഒന്നാമത്തതാണ് ഉപജീവന കൃഷി, സബ്സിസ്റ്റൻസ് ഫാമിംഗ്. ഓക്കെ, എന്താണ് ഉപജീവന കൃഷി? നമ്മുടെ വീടുകളിലൊക്കെ അടുക്കളത്തോട്ടങ്ങൾ ഉണ്ടാവാറില്ലേ? ചെറിയ ചെറിയ ചെടികളും മുളകും വെണ്ടയും പയറും പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അടുക്കളത്തോട്ടത്തിൽ വളർത്താറില്ലേ? അങ്ങനെ നമ്മുടെ സ്വന്തം ആവശ്യത്തിന് വലിയ ഉപകരണങ്ങളൊന്നും ഉപയോഗിക്കാതെ നമ്മളെ വീട്ടിലുള്ള ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന കൃഷി രീതിയെയാണ് നമ്മളെ ഉപജീവന കൃഷി എന്ന് പറയുന്നത്. നമ്മുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്, മറ്റുള്ള കച്ചവടത്തിനോ വിൽക്കാനോ ഒന്നും വേണ്ടിയിട്ടായിരിക്കില്ല. ഓക്കെ, അടുത്താണ് സമ്മിശ്ര കൃഷി. സമ്മിശ്ര കൃഷി എന്ന് പറഞ്ഞാൽ മിക്സഡ് ഫാമിംഗ് എന്ന് പറയും. എന്താ മിക്സഡ് ഫാമിംഗ്? ഒരേ കൃഷിയിടത്തിൽ ഒരേ സ്ഥലത്ത് തന്നെ ഒന്നിലധികം വിളകളെ ഒന്നിലധികം സംഭവങ്ങളെ കൾട്ടിവേറ്റ് ചെയ്യുന്നതിനെ, കൃഷി ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സമ്മിശ്ര കൃഷി അല്ലെങ്കിൽ മിക്സഡ് ഫാമിംഗ് എന്ന് പറയുന്നത്. ഇതിന് ചെലവ് കുറവാണ്. കാരണം ഒരേ സ്ഥലത്തിന് നമ്മൾ മീനിനെ വളർത്തും, പശുവിനെ വളർത്തും, ആടിനെ വളർത്തും, ചെടികൾ വളർത്തും, എല്ലാം വളർത്തും. അതുകൊണ്ട് തന്നെ ഇവ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യപ്പെട്ട് വളങ്ങളും മറ്റൊന്നും പുറത്തുനിന്ന് വാങ്ങേണ്ട അവസ്ഥ ഉണ്ടാവില്ല. സോ അതുകൊണ്ട് തന്നെ എന്താണ് ചെലവ് താരതമ്യേന കുറവാണ്. അടുത്താണ് തോട്ടവിള കൃഷി. കൃഷി എന്ന് പറഞ്ഞാൽ കൾട്ടിവേഷൻ ഓഫ് പ്ലാന്റേഷൻ കോപ്സ് എന്താണ്? തോട്ടവിള കൃഷികൾ എന്താണ്? നമ്മൾ ഈ വയനാട്, ഇടുക്കി ഭാഗങ്ങളിലേക്കൊക്കെ ടൂർ പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല, അവിടെ ഉള്ളവർക്ക് അറിയുണ്ടാവും, വലിയ തോട്ടങ്ങൾ കാണാം. തേയില, ഏലം തുടങ്ങിയ വിളകളുടെ വലിയ വലിയ തോട്ടങ്ങൾ കാണാം. ഓക്കെ, ഇതിനെയാണ് നമ്മൾ കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് പ്ലാന്റേഷൻ, വലിയ തോതിൽ ഒരുപാട് സ്ഥലത്ത് ഒന്നിച്ച് കൃഷി ചെയ്യുന്നതിനെ നമ്മൾ എന്ത് പറയുന്നത്? തോട്ടവിള കൃഷി അല്ലെങ്കിൽ പ്ലാന്റേഷൻ ക്രോപ്സ് എന്ന് പറയുന്നത്. ഇത് ആരുടെ വരവോടെയാണ്? ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വന്നതോടെയാണ് ഇതിന് പ്രാധാന്യം കുറച്ചുകൂടി കൂടിയത്. പിന്നെ ഇതിന്റെ പ്രത്യേകത എന്താ? കുറഞ്ഞ ഉൽപാദന ചെലവ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അധികം ചെലവും കാര്യങ്ങളൊന്നുമില്ല. എന്നാലോ ഒരു ലോങ് ടേം ഇൻകം, ഒരുപാട് ദീർഘനാളത്തേക്കുള്ള വരുമാനം ഇതിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി 4ാമത്തെ കൃഷി രീതിയാണ് വാണിജ്യ വിള കൃഷി, കൾട്ടിവേഷൻ ഫോർ കൊമേഴ്ഷ്യൽ ക്രോപ്സ്. വാണിജ്യ വിള കൃഷി. അപ്പൊ നമുക്കറിയാലോ മക്കളെ, നമ്മൾ ഈ അടയ്ക്ക, ചിലരുടെ വീട്ടിലൊക്കെ ഉണ്ടാവും അടയ്ക്ക, അതുപോലുള്ള കാര്യങ്ങൾ, പരുത്തി, ചണം, ഇതൊക്കെ എന്തിനാ? നമ്മളെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണോ? അല്ലല്ലോ. നമ്മളെ ആവശ്യത്തിന് നമ്മൾ അത് കാര്യമായിട്ടൊന്നും യൂസ് ചെയ്യില്ല. ഇടയ്ക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടാകുമ്പോൾ യൂസ് ചെയ്യുന്നു മാത്രം. വേറെ എന്താവശ്യത്തിന് നമ്മൾ യൂസ് ചെയ്യുക? അതെല്ലാം വിൽക്കാനും കയറ്റി അയക്കാനൊക്കെ വേണ്ടിയിട്ടാണ്, അതായത് പണം കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ കൃഷി ചെയ്യുന്നത്. ഇത്തരത്തില് കൊമേഴ്ഷ്യൽ പർപ്പസിന്, അതായത് ചെലവ് കിട്ടാൻ വേണ്ടിയിട്ട്, വരുമാനം കിട്ടാൻ വേണ്ടിയിട്ട് കൃഷി ചെയ്യുന്നതിനെ നമ്മൾ എന്ത് പറയുന്നത്? വാണിജ്യവിള കൃഷി അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ക്രോപ്സ് എന്ന് പറയുന്നത്. ഇതിൽ എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ചാൽ പരുത്തി നമുക്ക് പറയാം, അതുപോലെ ചണം പറയാം, കോട്ടൺ, അതുപോലെ ജൂട്ട്, ഇതൊക്കെ നമുക്ക് അതിന് ഷുഗർ കെയിൻ, ഇതൊക്കെ അതിന് എക്സാമ്പിൾ ആണ്. ഇതെങ്ങനെയാ എക്സാമ്പിൾ ആവുന്നേ? നമ്മളെ ഈ തുണിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ എന്ത് വേണം? കോട്ടൺ, പരുത്തി വേണം. അപ്പൊ അത് ഒന്നിച്ച് ഉൽപ്പാദിപ്പിക്കണ്ടേ? ഒരുപാടാക്കിയിട്ട് ഉൽപ്പാദിപ്പിക്കണ്ടേ? ഇതിന് ചെലവ് താരതമ്യേന, അതായത് വാണിജ്യ വിള കൃഷിക്ക്, കൊമേഴ്ഷ്യൽ ക്രോപ്സ് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ്? ഉയർന്ന പണം, ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് കുറച്ച് അധികം വേണം. ഓക്കെ, ഒരുപാട് പണം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യണം, എങ്കിൽ മാത്രമേ നമുക്കത് ഒരു ലാഭമുള്ള രീതിയിലേക്ക് കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ ഡിഫറെന്റ് ടൈപ്സിലുള്ള കൃഷി രീതികൾ പഠിച്ചു. 4 ടൈപ്പാണുള്ളത്. ഒന്ന് ഏതാണ്? ഉപജീവന കൃഷി, സമ്മിശ്ര കൃഷി, തോട്ടവിള കൃഷി, വാണിജ്യവിള കൃഷി. സബ്സിസ്റ്റൻസ് ഫാമിംഗ്, അതുപോലെ മിക്സ്ഡ് ഫാമിംഗ്, കൾട്ടിവേഷൻ ഫോർ പ്ലാന്റേഷൻ ക്രോപ്സ്, പിന്നെയോ കൾട്ടിവേഷൻ ഓഫ് കൊമേഴ്ഷ്യൽ ക്രോപ്സ്. ഇനി അടുത്തതാണ് നമ്മുടെ ഇന്ത്യയില് ഇന്ത്യ ഗവൺമെന്റ് ദാരിദ്ര്യം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പദ്ധതികൾ, പോവേർട്ടി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്
പോവേർട്ടി എലിവേഷൻ പ്രൊജക്ട്സുകൾ നടപ്പിലാക്കിയിട്ടുണ്ട്. അത് ഏതൊക്കെയാണ് നോക്കണം. ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ഒരുപാട് തവണ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം ആണ്. ഓക്കെ, ഈ പദ്ധതികളെല്ലാം ഈ പ്രൊജക്റ്റുകളെല്ലാം 3 ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടുണ്ട്. ഓരോ ഗ്രൂപ്പിലും ഒരുപാട് പ്രൊജക്ട് വരും. ഇത് പ്രധാനമായിട്ടും എന്താ 3 ഗ്രൂപ്പായിട്ടാണ് തിരിച്ചിരുന്നത്. 3 ഗ്രൂപ്പായിട്ടാണ് പ്രധാനമായിട്ടും 3 ഗ്രൂപ്പായിട്ടാണ് തിരിച്ചിരുന്നത്. ഒന്നാമത്തേത് സ്വയം തൊഴിൽ വേതന തൊഴിൽ പദ്ധതികൾ. ഓക്കെ, അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയിഡ് വേജ് എംപ്ലോയ്മെന്റ് സ്കീം എന്ന് പറയും. അതിൽ എത്ര പദ്ധതികളാ? അതിന് 4 പ്രൊജക്റ്റുകളാണ് ഉണ്ടായിരുന്നത്. 4 പ്രൊജക്റ്റുകളാണ് അതിലുണ്ടായിരുന്നത്. ഒന്നാമത്താണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് സ്കീം. അതുപോലെ പ്രധാനമന്ത്രി റോസ്ഗാർ യോജന. ഇതെന്തിനു വേണ്ടിയിട്ടായിരുന്നു? താഴ്ന്ന വരുമാനമുള്ള അഡൾട്ട് ആയിട്ടുള്ള ആളുകൾക്ക് സ്ഥിരമായിട്ട് തൊഴിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് നടപ്പിലാക്കിയ പ്രൊജക്റ്റ് ആണ് ഏത്? മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീമും അതുപോലെ പ്രധാനമന്ത്രി റോസ്ഗാർ യോജനയും. ഇനി അടുത്തതാണ് ജീവനം പദ്ധതി, ലൈഫ് പ്ലാൻ എന്ന് പറയും. ജീവനം പദ്ധതി അല്ലെങ്കിൽ ലൈഫ് പ്ലാൻ എന്ന് പറയും. ഇത് എന്തിനു വേണ്ടിയിട്ടാ? ഇത് സാമ്പത്തികമായിട്ട് കുറ്റകൃത്യങ്ങൾക്ക് ഇരയായിട്ട് മരണപ്പെടുന്ന ആളുകളുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അക്രമം നേരിട്ട് കൊല്ലപ്പെടുന്ന ആളുകളുണ്ടാവും. ഓക്കെ, അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവർക്ക് ജോലി കൊടുക്കാൻ വേണ്ടിയിട്ട്, മരണപ്പെടുന്ന ആളുകളുടെ ബന്ധുക്കൾക്ക് ജോലി കൊടുക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് നടപ്പിലാക്കിയ ഒരു പ്രൊജക്റ്റിന്റെ പേരാണ് ലൈഫ് പ്ലാൻ എന്ന് പറയുന്നത്. അടുത്തതാണ് അയ്യങ്കാളി അർബൻ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം, അല്ലെങ്കിൽ അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നത്. ഇതെന്തിനു വേണ്ടിയിട്ടാണ്? സിറ്റി ഏരിയകളിൽ, അർബൻ ഏരിയകളിൽ താമസിക്കുന്ന ഒരു ഏജ്ഡ് ആയിട്ടുള്ള അഡൾട്ട് ആയിട്ടുള്ള ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ജോലി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന നാലെണ്ണമാണ് ഇത് ഇന്ത്യ ഗവൺമെന്റ് പോവർട്ടി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നടപ്പിലാക്കിയ സെൽഫ് എംപ്ലോയ്മെന്റ് വേജ് എംപ്ലോയ്മെന്റ് സ്കീമിൽ പെടുന്ന സ്വയം തൊഴിൽ വേതന തൊഴിൽ പദ്ധതികളിൽ പെടുന്ന 4 പദ്ധതികൾ. അടുത്തതാണ് തൊഴിൽ കൊടുത്താൽ മാത്രം മതിയോ? തീരെ തൊഴിലൊന്നും എടുക്കാൻ പറ്റാത്ത ആളുകൾ ഉണ്ടാവും, മറ്റ് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ ഉണ്ടാവും, അവർക്ക് ഭക്ഷണം കൊടുക്കണ്ടേ? ആ ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് എന്ത് ചെയ്തു? ഫുഡ് സെക്യൂരിറ്റി പ്രൊജക്റ്റുകൾ, ഭക്ഷ്യ സുരക്ഷാ പദ്ധതികൾ നടപ്പിലാക്കി. എത്ര പദ്ധതികൾ ഉണ്ടായിരുന്നു? 3 പദ്ധതികൾ ഉണ്ടായിരുന്നു. അതില് ഏതൊക്കെയാണ്? ഒന്നാമത് പറയുന്നത് പൊതുവിതരണ സംവിധാനം, അല്ലെങ്കിൽ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറയുന്നത്, PDS എന്ന് പറയും. അതെന്താണ്? നമ്മുടെ നാട്ടിലെ റേഷൻ കടകളും മറ്റുമില്ലേ, അരിയും മറ്റും കിട്ടുന്ന റേഷൻ കടകളും മറ്റുമില്ലേ, അതിനെയാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, പൊതുവിതരണ സംവിധാനം എന്ന് പറയുന്നത്. അടുത്ത ഭക്ഷ്യസുരക്ഷാ പദ്ധതിയാണ്, ഫുഡ് സെക്യൂരിറ്റി പ്രൊജക്റ്റ് ആണ് പ്രധാനമന്ത്രി പോഷൻ ശക്തി നിർമാൺ. ഇതിന് ചിലപ്പോ ആ ഫുൾ ഫോം ചോദിക്കാൻ, ഷോർട്ട് ഫോം തന്നിട്ട് ഫുൾ ഫോം ആക്കി വരാൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇതെന്തിനു വേണ്ടിയിട്ടാണ്? 1ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് മിഡ് ഡേ മീൽ സ്കീം, ഉച്ചഭക്ഷണ പദ്ധതിയാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നമ്മളെ സ്കൂളിലൊക്കെ ഉച്ചഭക്ഷണം കിട്ടാറില്ലേ? അതിന്റെ ഒരു ഭാഗം ഈ പ്രൊജക്റ്റിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അടുത്ത ഭക്ഷ്യസുരക്ഷാ പദ്ധതിയാണ് സുഭിക്ഷ കേരളം പദ്ധതി, സുഭിക്ഷ കേരളം സ്കീം എന്ന് പറയുന്നത്. ഇതെന്തിനാണ്? കേരളത്തെ ഭക്ഷ്യ സ്വയം പര്യാപ്തതയിൽ എത്തിക്കാൻ വേണ്ടിയിട്ട്. The project is being implemented in Kerala to achieve self-sufficiency in food. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിൽ നടപ്പിലാക്കിയ പ്രൊജക്റ്റ് ആണ് ഏത്? സുഭിക്ഷ കേരളം സ്കീം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പഠിച്ചു, പോവർട്ടി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് 4 സെൽഫ് എംപ്ലോയ്മെന്റ് വേജ് എംപ്ലോയ്മെന്റ് സ്കീമുകൾ നടപ്പിലാക്കി, 3 ഫുഡ് സെക്യൂരിറ്റി പ്രൊജക്റ്റുകൾ നടപ്പിലാക്കി. ഓക്കെ, അടുത്താണ് സോഷ്യൽ സെക്യൂരിറ്റി സ്കീം, സാമൂഹിക സുരക്ഷാ പദ്ധതികൾ. അപ്പോൾ ആളുകൾക്ക് ജോലിയായി ഭക്ഷണമായി, ഇനി എന്ത് വേണം? അസുഖം മറ്റു വന്നാൽ ചികിത്സിക്കാൻ പറ്റണം, അങ്ങനെ ഒരു സുരക്ഷ വേണം. അതിനു വേണ്ടിയിട്ട് ഗവൺമെന്റ് നടപ്പിലാക്കിയ പ്രൊജക്റ്റ് ആണ് സോഷ്യൽ സെക്യൂരിറ്റി സ്കീം എന്ന് പറയുന്നത്, സാമൂഹിക സുരക്ഷാ പദ്ധതികൾ എന്ന് പറയുന്നത്. അതിൽ എത്ര പ്രൊജക്റ്റുകൾ ഉണ്ട്?
4 പ്രൊജക്റ്റുകൾ 4 പദ്ധതികൾ ഉണ്ടായിരുന്നു. ഒന്നാമതാണ് ദേശീയ സാമൂഹിക സഹായ പദ്ധതി, നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് സ്കീം എന്ന് പറയുന്നത്. രണ്ടാമത്തതോ പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന. പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന ഇത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? മുതിർന്ന പൗരന്മാർക്ക്, സീനിയർ സിറ്റിസൻസിന് എന്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്? പെൻഷനും ഇൻഷുറൻസും കൊടുക്കാൻ വേണ്ടിയിട്ട്. പെൻഷനും അതുപോലെ ഇൻഷുറൻസ് കവറേജും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഏത് പ്രൊജക്ടുകൾ നടപ്പിലാക്കിയത്? നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് സ്കീമും പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജനയും നടപ്പിലാക്കിയിട്ടുള്ളത്. ഇനി അടുത്താണ് നിരാമയ ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം. നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. അതെന്തിനു വേണ്ടിയിട്ടായിരുന്നു? സംസ്ഥാനത്തെ അംഗപരിമിതർക്ക് എന്ത് കൊടുക്കുന്നത്? ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നടപ്പിലാക്കിയ, ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നടപ്പിലാക്കിയ പ്രൊജക്റ്റ് ആണ് ഇത് നിരാമയ ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം എന്ന് പറയുന്നത്. അതായത് എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക്, കാഴ്ച ഇല്ലാത്തവർക്ക്, അതുപോലെ കൈക്ക് വൈകല്യമുള്ളവർക്ക്, അംഗപരിമിതരായ ആളുകൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നടപ്പിലാക്കിയ പ്രൊജക്റ്റ് ആണ് ഇത് നിരാമയ ഇൻഷുറൻസ് പദ്ധതി എന്ന് പറയുന്നത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, എല്ലാം പഠിച്ചു വെക്കണം. എക്സാമിന് 1-2 ചോദ്യങ്ങൾ ഈ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പൊ ഒന്നാമത്തേതാണ് ഇത്. നമ്മൾ പറഞ്ഞ പോവർട്ടി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് മൂന്ന് സ്റ്റേജുകളിലായിട്ട് ഗവൺമെന്റ് ഒരുപാട് പ്രൊജക്ടുകൾ നടപ്പിലാക്കി. ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് സെൽഫ് എംപ്ലോയ്മെന്റ് വേജ് എംപ്ലോയ്മെന്റ് സ്കീം, രണ്ടാമത്തെ ഫുഡ് സെക്യൂരിറ്റി പ്രൊജക്ട്സ്, മൂന്നാമത്തെ ഏതാണ്? സോഷ്യൽ സെക്യൂരിറ്റി സ്കീംസ്. ഓക്കെ, അത് നന്നായിട്ട് പഠിക്കാം. അടുത്തതാണ് നമ്മുടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മിനറൽസും അതുപോലെ അവയുടെ യൂസസ് എന്താണ്, അവയുടെ ഉപയോഗം എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. ഒന്നാമതാണ് ഹെമറ്റൈറ്റ് മാഗ്നറ്റൈറ്റ്. ഓക്കെ, ഹെമറ്റൈറ്റ് മാഗ്നറ്റൈറ്റ് എന്ന് പറയുന്നത് ഇതെന്തിനു വേണ്ടിയിട്ടാണ്? ടു മെയിൻ അയൺ ഓർ സീൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ഇരുമ്പിന്റെ അയിരാണ് ഏത്? ഹെമറ്റൈറ്റും മാഗ്നറ്റൈറ്റും. ഇത് എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുക? നമ്മുടെ ഇരുമ്പ് ഉണ്ടാക്കാൻ, അയൺ ഉണ്ടാക്കാനും, അതുപോലെ യൂസ്ഡ് ഫോർ മേക്കിംഗ് അയൺ ആൻഡ് സ്റ്റീൽ ഉണ്ടാക്കാനും, ഇരുമ്പും അതുപോലെ സ്റ്റീലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. അടുത്താണ് കലാമിങ് എന്തിന്റെയാണ്? സിങ്കിന്റെയാണ് കേട്ടോ. സിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കലാമിൻ യൂസ് ചെയ്യുന്നത്. ഇത് എവിടെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും? ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യാൻ പറ്റും, ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രിയിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അടുത്തതാണ് ബോക്സൈറ്റ് എന്ന് പറയുന്നത് എന്തിന്റെയാണ്? ബോക്സൈറ്റ് എന്ന് പറയുന്നത് അലുമിനിയത്തിന്റെ ആണ്. അലുമിനിയം ഉണ്ടാകുന്ന ഈ ബോക്സൈറ്റ് എന്നാണ്. ഇത് എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുക? ഇത് യൂസ് ചെയ്യുന്നത് വിമാനം ഉണ്ടാക്കാൻ. നമ്മുടെ വിമാനമൊക്കെ അലുമിനിയം കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, എയറോപ്ലെയിൻ ഉണ്ടാക്കാൻ, അതുപോലെ ഇലക്ട്രിക്കൽ ഗാഡ്ജറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, മറ്റ് ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ബോക്സൈറ്റ് ഉപയോഗിക്കുന്നുണ്ട്. അടുത്താണ് സിനബാർ എന്തിന്റെയാ? സിനബാർ മെർക്കുറിയുടെയാണ്. നിങ്ങൾ മെർക്കുറി എന്ന് കേട്ടിട്ടുണ്ടാവും. സിനബാർ മെർക്കുറിയുടേതാണ്. ഇത് എന്തിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും? നമുക്ക് ജ്വല്ലറി മേക്കിംഗ് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ മെഡിസിൻ ഉണ്ടാക്കാൻ വേണ്ടി എന്ത് പറ്റും? സിനബാർ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അടുത്തതാണ് മൈക്ക എന്ന് പറഞ്ഞാൽ അബ്രം എന്ന് മലയാളത്തിൽ പറയും. നമ്മുടെ നോർമൽ പ്രസംഗിക്കുന്ന മൈക്ക അല്ല കേട്ടോ. ഇതൊരു മിനറൽ ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആണ്. ഇതിന്റെ പേരാണ് മൈക്ക. ഇതിന് വേണ്ടിയിട്ടാണ്. ഇത് പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നത് ഇലക്ട്രിക് എക്യുപ്മെന്റ്സ് ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രികളിലാണ് എന്ത് യൂസ് ചെയ്യുന്നത്? മൈക്ക എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത്. അടുത്തതാണ് വജ്രം, ഡയമണ്ട് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? നോർമലി ജ്വല്ലറി മേക്കിങ്ങിനാണ് യൂസ് ചെയ്യുക. ഓക്കെ, അടുത്ത് സിലിക്ക സാൻഡ് അല്ലെങ്കിൽ സിലിക്ക മണൽ. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? ഗ്ലാസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് സിലിക്ക മണൽ യൂസ് ചെയ്യുന്നത്. അടുത്തത് കൽക്കരി. നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും, ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. കൽക്കരി എന്തിനു വേണ്ടിയിട്ടാണ്? കൽക്കരി തെർമൽ പവർ ഇൻഡസ്ട്രികളിലാണ് ഇത് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. തെർമൽ പവർ ഇൻഡസ്ട്രികളിലാണ്, അതായത് തീ കത്തിച്ചെങ്ങാണ്ട് നമുക്ക് ഉണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനെ തീ കത്തിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രധാനമായിട്ടുള്ള ഒരു ഇതായിട്ട് യൂസ് ചെയ്യുന്നത് എന്താണ്? കൽക്കരിയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത പെട്രോളിയം എന്തിനു വേണ്ടിയിട്ടാ?
പെട്രോളിയത്തിൽ നിന്നാണ് നമ്മൾ പെട്രോളും ഡീസലും ഒക്കെ ഉണ്ടാക്കുന്നത്. പെട്രോളും ഡീസലും ഒക്കെ പെട്രോളിയത്തിൽ നിന്നാണ് ഉണ്ടാക്കി എടുക്കുന്നത്. ഓക്കെ, നമ്മുടെ നോർമൽ വാഹനങ്ങളിലേക്കുള്ള യൂസ് ചെയ്യാറില്ലേ പെട്രോളും അതുപോലെ ഡീസലൊക്കെ യൂസ് ചെയ്യാറില്ലേ? അപ്പൊ പെട്രോളിയത്തിൽ നിന്നാണ് എന്ത് എടുക്കുന്നത്? ഈ പെട്രോളും ഡീസലും ഒക്കെ എടുക്കുന്നത്. ഓക്കെ, അടുത്തതോ, നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോയാലോ? അടുത്തത് കുറച്ച് ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങൾ ചെയ്യുന്നതോടെ നമുക്ക് അതിന്റെ ആൻസറുകൾ സുഖമായിട്ട് കിട്ടും. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ? താഴെ പറയുന്നവയിൽ തുണി വ്യവസായവുമായി ബന്ധപ്പെട്ട കൃഷി ഏത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫാമിംഗ് ഇൻ റിലേറ്റഡ് ടു ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി? നമ്മൾ നേരത്തെ പറഞ്ഞ സമയത്ത് പറഞ്ഞതാണ്. എന്താണ്? കോട്ടൺ എന്തിനു വേണ്ടിയിട്ടാണ്? കോട്ടൺ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് പറഞ്ഞിരുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? വിച്ച് ഇൻഡസ്ട്രി യൂസ് ബോക്സൈറ്റ് ആസ് റോ മെറ്റീരിയൽ? ബോക്സൈറ്റ് എന്തിനാ? നമ്മള് മിനറൽസിന്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു. ബോക്സൈറ്റ് എന്തിനാ? ബോക്സൈറ്റ് അലുമിനിയം ഇൻഡസ്ട്രിയിലാണ് യൂസ് ചെയ്യുന്നത്. അലുമിനിയം ഇൻഡസ്ട്രിയിലാണ് ബോക്സൈറ്റ് യൂസ് ചെയ്യുന്നത്. അടുത്ത ഇമ്പോർട്ടന്റ് ആയുള്ള ചോദ്യമാണ്. ഉറപ്പായിട്ടും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ്. ഹു ഇസ് നൗ ഹാസ് ദ ഫാദർ ഓഫ് ഇന്ത്യൻ ഗ്രീൻ റവല്യൂഷൻ? ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരാണ്? MS സ്വാമിനാഥൻ ആണ്. ഇനി ക്വസ്റ്റ്യൻ നേരെ തിരിച്ച്, ലോക ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ എന്താ? നോർമൻ ഇ ബോർലോങ് എന്ന് പറയുന്ന വ്യക്തിയാണ് ലോക ഹരിത വിപ്ലവത്തിന്റെ, ലോക ഗ്രീൻ റവല്യൂഷന്റെ ഫാദർ. നമുക്ക് ഇവിടുത്തെ ചോദ്യം എന്താണ്? ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരാണ്? MS സ്വാമിനാഥൻ. ഓക്കെ, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം അദ്ദേഹം ഈ അടുത്താണ് മരണപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ചോദ്യം വരാൻ ഉള്ള സാധ്യത കാണുന്നുണ്ട്. അടുത്തതോ, വിച്ച് ഇൻഡസ്ട്രീസ് നൗ ഹാസ് ദ ബേസിക് ഇൻഡസ്ട്രി ആൻഡ് ബാക്ക് ബോൺ ഓഫ് ദ ഇൻഡസ്ട്രിയൽ സെക്ടർ? എല്ലാ വ്യവസായങ്ങളുടെയും നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കുന്ന വ്യവസായം ഏതാണ്? അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിൽ നിന്ന് വേറൊരു ഉത്തരം ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇരുമ്പുരുക്കു വ്യവസായം, അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി ആണ് ബാക്ക് ബോൺ ഓഫ് ഇൻഡസ്ട്രിയൽ സെക്ടർ എന്ന് പറയുന്ന ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. കാരണം എന്താ? നമുക്ക് എന്ത് മെഷീനും എന്ത് കാര്യങ്ങളും ഉണ്ടാക്കണമെങ്കിൽ എന്ത് വേണം? ഇരുമ്പ് വേണം. ഇരുമ്പില്ലാതെ വല്ലതും നടക്കുവോ? ഇരുമ്പില്ലാതെ ഒന്നും നടക്കില്ല. അതുകൊണ്ട് തന്നെ ഇരുമ്പുരുക്ക് വ്യവസായത്തെ, അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രിയെയാണ് നമ്മൾ ബാക്ക് ബോൺ ഓഫ് ഇൻഡസ്ട്രിയൽ സെക്ടർ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, അടുത്തത് ഹരിത വിപ്ലവത്തിന്റെ നേട്ടത്തിൽ ഉൾപ്പെടാത്തത്? Which of the following is not included in the achievement of green revolution? ഗ്രീൻ റവല്യൂഷൻ ഒരുപാട് നേട്ടങ്ങളുണ്ട്. അതിൽ ഉൾപ്പെടാത്ത ഒന്നാണ് ഏത്? രാസവളങ്ങളുടെ അമിതമായ ഉപയോഗം മണ്ണിന്റെ സ്വാഭാവിക ഫലപുഷ്ടത കുറച്ചു എന്ന് പറയുന്നത്. ഓക്കെ, എക്സ്റ്റെൻസീവ് യൂസ് ഓഫ് ഫെർട്ടിലൈസർ റെഡ്യൂസ്ഡ് നാച്ചുറൽ ഫെർട്ടിലിറ്റി ഓഫ് ദ സോയിൽ. അതെന്തിലാണ്? അതിൽ ഉൾപ്പെടുന്നില്ല. ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദന വർധനവ് ഇൻക്രീസ് ചെയ്തു. ഫുഡ് ക്രോപ്സിന്റെ പ്രൊഡക്ഷൻ എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു. അത് ശരിയാണ്. പിന്നെയോ, ഭക്ഷ്യ സ്വയം പര്യാപ്തത ഉറപ്പാക്കി. എൻഷുർ സഫിഷ്യൻസി ഇൻ ഫുഡ്, അത് ഉറപ്പാക്കി. പിന്നെയോ, മൂന്നാമത്തതോ, ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു. ദ പ്രൈസ് ഓഫ് ഫുഡ് ഗ്രെയിൻ ഡ്രോപ്പ്. ഓക്കെ, ഇതെല്ലാം ശരിയായുള്ള ഉത്തരമാണ്. ഇതിൽ ശരിയല്ലാത്ത ഏതാണ്? രാസവളങ്ങളുടെ അമിത ഉപയോഗം മണ്ണിന്റെ സ്വാഭാവിക ഫലപുഷ്ടത കുറച്ചു എന്ന് പറയുന്നതാണ്. ഓക്കെ, അപ്പൊ ഈ ചാപ്റ്റർ എല്ലാവരും ക്ലാസ്സിൽ കേൾക്കുക, ശ്രദ്ധിച്ച് നോട്ടും കാര്യങ്ങളും ഉണ്ടാക്കിയെടുക്കുക, പഠിക്കുക. ഒരുപാട് മാർക്ക് വരുന്ന ഭാഗമാണ് കേട്ടോ.